കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 37 അതിൻ്റെ 7-ാമത് വാക്യം. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ഈ വാക്യങ്ങൾക്കാട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദാവീദിന്റെ സങ്കീർത്തനമാണ് 37-ാം സങ്കീർത്തനം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം മുഷിയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അതിന്റെ 7-ാമത് വാക്യമാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. എന്താണ് ആ വാക്യം പറയുന്നത്? യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മൗനമായിരിക്കേണ്ട ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരും, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നമ്മൾ ആഴത്തിൽ പറഞ്ഞാൽ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് എങ്ങനെ പോകും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്ത് പറയും എന്ന് വ്യാകുലപ്പെട്ട് മനം കലങ്ങുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യും? കടന്നു വരും. മാനുഷികമായ പ്രതികരണങ്ങൾ പലപ്പോഴും തൃപ്തി ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്ന ഒരിടം അത് ദൈവത്തിൽ മാത്രമാണ്. അതാണ് തിരുവചനം പറയുന്നത്, യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായിട്ട് എന്ത് ചെയ്യുക? പ്രത്യാശിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ദൈവസന്നിധിയിൽ നമ്മൾ മൗനമാകുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രതികാരം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നഹൂം പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് അവൻ പ്രതികാരത്തിൻ്റെ ദൈവം എന്ന് പറയുന്നുണ്ട്. അപ്പം പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്, അല്ലേ? വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് കർത്താവ് തന്നെ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞൊരു വാചകമാണ്, അല്ല സ്തോത്രം, എന്തുവാ? പ്രതികാരം യഹോവയ്ക്കുള്ളത്, അവൻ പകരം ചെയ്യുക. അപ്പം നമ്മൾ പ്രതികാരം ചെയ്യുവാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് അപൂർണതകളുണ്ട്. നമുക്കൊരു തൃപ്തിയോ സംതൃപ്തിയോ ഒക്കെ നമുക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ പ്രതികാരം ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ആഴമുള്ളതാണ്, ക്ലിയറാണ്. അതിനകത്ത് വേറെ സംശയം ഉണ്ടാകത്തില്ല. ആ വ്യക്തിയെ ശുദ്ധീകരിക്കാനോ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്താനോ ഒക്കെ വേണ്ടി കർത്താവ് അത് ചെയ്യുവാൻ തക്കവണ്ണം ഇടവരും എന്നുള്ളത് വസ്തുതയുമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായി മനസ്സിലാക്കുക, നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് നമ്മൾ ചില മേഖലകൾ മൗനമായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ പ്രതികരിപ്പാൻ നമ്മൾ അർഹരെങ്കിലും, പ്രതികരിപ്പാൻ നമ്മൾ യോഗ്യതയുള്ളവരെങ്കിലും, പ്രതികരിപ്പാൻ ഒരുപക്ഷെ വാക്കുകളോ അതിൻ്റെ വാദഗതികളോ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നാൽ പോലും അല്ല, മൗനമായിരിക്കുക. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രീസല 37 വർഷങ്ങൾക്ക് അധികം ദാവീദ് എന്ന ദൈവമനുഷ്യൻ ശൗലിൻ്റെ മുൻപാകെ മൗനമായിരുന്നു ഇരിപ്പാനിടയായി. അഭിഷേക തൈലം വീണ് 37 വർഷം ദൈവസന്നിധിയിൽ കാത്തിരുന്ന ഒരു ദാവീദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നുണ്ട്, അല്ലേ? എന്തുകൊണ്ട് ദാവീദ് മൗനമായി? ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് അവൻ കാത്തിരിപ്പാൻ ഇടവന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ കൈമാറുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ മൗനമായിരിക്കുക. ദൈവത്തിൻ്റെ ക്രിയ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഏൽപ്പിക്കപ്പെടുക. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയിൽ മറച്ചാട്ട് കർത്താവിൻ്റെ കൃപയും കരുണയും മഹത്വവും ദൈവപ്രവൃത്തികളും കണ്ട് കർത്താവിൽ സന്തോഷിപ്പാനുള്ള അവസരങ്ങൾ ദൈവം നൽകി സഹായിക്കണം. വിടുതലോടെ കാക്കും മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.